നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 13 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് UG മിനിമം പെർസെൻറ്റേജിൽ 50 വേണം. കർണാടക നഴ്സിംഗിന് പ്രവേശന പരീക്ഷ. CUET പരീക്ഷ അപേക്ഷ തുടരുന്നു. നാറ്റ ഏപ്രിൽ 6-ന്. BSc നഴ്സിംഗ് സ്വകാര്യ കോളേജുകളിൽ പ്രത്യേക അപേക്ഷ. ഇനി ഇന്നത്തെ മലയാള മനോരമ പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് നീറ്റ് UG അപേക്ഷ 16 വരെ. മിനിമം പെർസെൻറ്റേജിൽ വ്യവസ്ഥകളുമായി പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം മാർച്ച് 16 വരെ നീട്ടി. പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിനും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വരുത്തിയിട്ടുള്ള സുപ്രധാന മാറ്റം പ്രവേശനത്തിന് വേണ്ട മിനിമം നീറ്റ് പെർസെൻറ്റേജിൽ അറിയിച്ചതാണ്. നീറ്റിൽ 50 പെർസെൻറ്റേജിൽ സ്കോറെങ്കിലും ഉണ്ടെങ്കിലേ പ്രവേശനത്തിന് അർഹതയുള്ളൂ. പട്ടിക പിന്നോക്ക വിഭാഗക്കാർക്ക് 40 പെർസെൻറ്റേജിൽ മതി. ജനറൽ സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് 45 പെർസെൻറ്റേജിലും പട്ടിക പിന്നോക്ക വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാർക്ക് 40 പെർസെൻറ്റേജിലുമാണ് വേണ്ടത്. പ്രവേശനാർഹതയ്ക്ക് 50 പെർസെൻറ്റേജിലെങ്കിലും വേണ്ടപ്പോൾ റാങ്ക് ലിസ്റ്റിലെ ആദ്യ പകുതിയിൽ വരുന്നവർക്ക് പ്രവേശനത്തിന് അർഹതയുള്ളൂ. ഇനി ഇന്നത്തെ ദീപിക പത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം പേജിൽ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു: കർണാടക നഴ്സിംഗിന് പ്രവേശന പരീക്ഷ. കർണാടക ഗവൺമെൻറ്റിൻ്റെയും രാജീവ് ഗാന്ധി ആരോഗ്യ യൂണിവേഴ്സിറ്റിയുടെയും ഉത്തരവ് പ്രകാരം 2023-24 അധ്യയന വർഷം മുതൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET വഴി മാത്രമായിരിക്കും. CET അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഈ വർഷം മുതൽ എല്ലാവിധ കോട്ട സീറ്റുകളിലും അഡ്മിഷൻ നൽകാനാവൂ എന്നാണ് സർക്കാർ നിർദ്ദേശം. കർണാടകയിൽ നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ CET എഴുതി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി 15. CET പരീക്ഷാ ദിവസങ്ങൾ ഏപ്രിൽ 18, 19. ഇനി മറ്റു പത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ദേശാഭിമാനിയിൽ കണ്ട ഒരു വാർത്ത ഇതാണ്. ദേശാഭിമാനിയുടെ വിദ്യാഭ്യാസം പേജിൽ കാണുന്നു: CUET UG അപേക്ഷ തുടരുന്നു. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അപേക്ഷാ നടപടികൾ തുടരുന്നു. മാർച്ച് 26 രാത്രി 11:50 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. +2 വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ വിവിധ കേന്ദ്ര സർവകലാശാലകളിലെയും വിവിധ സംസ്ഥാന സ്വകാര്യ കൽപ്പിത സർവകലാശാലകളിലെയും ബിരുദ പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയാണിത്. പരീക്ഷ മെയ് 15 മുതൽ 31 വരെ നടക്കും. വിവരങ്ങൾക്ക് nta.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വീണ്ടും നീറ്റ് UG രജിസ്ട്രേഷൻ 16 വരെ നീട്ടിയ കാര്യവും ദേശാഭിമാനി ഇന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ജന്മഭൂമി പത്രം പരിശോധിക്കുമ്പോൾ നാറ്റ 2024 ഏപ്രിൽ 6-ന് തുടങ്ങും. രജിസ്ട്രേഷൻ ഇപ്പോൾ. വിവരങ്ങൾക്ക് www.nata.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആർക്കിടെക്ചർ ബിരുദ പ്രവേശനത്തിനായുള്ള ദേശീയ അഭിരുചി പരീക്ഷയായ നാറ്റ 2024 ഏപ്രിൽ 6-ന് തുടങ്ങും. 2 സെഷനുകളായാണ് പരീക്ഷ. ജൂലൈ വരെയുള്ള എല്ലാ ശനിയും ഞായറും പരീക്ഷയുണ്ടാവും. പരമാവധി 3 തവണ പരീക്ഷ അഭിമുഖീകരിക്കാം. നാറ്റ സ്കോറിന് 2 വർഷത്തെ പ്രാബല്യമുണ്ടായിരിക്കും. കേരളത്തിൽ എറണാകുളം, കൊച്ചി, കണ്ണൂർ, കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, പാലക്കാട് നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കും. വിശദ വിവരങ്ങളടങ്ങിയ നാറ്റ 2024 ഇൻഫർമേഷൻ പോസ്റ്റർ nata.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്താം. ഇനി കേരള കൗമുദി പത്രത്തിൽ കണ്ട മറ്റൊരു പ്രധാന വാർത്ത കേരള കൗമുദിയുടെ വിവിധ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു: മാനേജ്മെന്റ് സീറ്റിൽ നഴ്സിംഗ് പ്രവേശനം. സ്വകാര്യ കോളേജുകളിൽ പ്രത്യേകം അപേക്ഷിക്കണം. ഏകീകൃത അലോട്ട്മെന്റ് നിർത്തി. സംസ്ഥാനത്തെ 85 സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ BSc നഴ്സിംഗ് മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനത്തിന് അവർ 7 വർഷമായി നടത്തിവന്ന ഏകീകൃത അലോട്ട്മെന്റ് അവസാനിപ്പിച്ചു. ഈ വർഷം മുതൽ കോളേജുകൾ പ്രത്യേകം അപേക്ഷ ക്ഷണിച്ച് പ്രവേശനം നടത്തും. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ യോഗത്തിലാണ് തീരുമാനം.
ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനും പിന്തുണ അറിയിച്ചു. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള 50 കോളേജുകളും സ്വകാര്യ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള 35 കോളേജുകളുമാണ് ഈ അസോസിയേഷനിലുള്ളത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.